ഹായ് ഫ്രണ്ട്സ്, വളരെ ഈസി ആയിട്ടുള്ള കുക്കർ ബിരിയാണിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. കുക്കർ ബിരിയാണിക്കാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, പിന്നെ കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് കുക്കറിൽ കുറച്ച് ഒനിയൻ, ഗാർലിക്, ജിഞ്ചർ, പിന്നെ കറി ലീവ്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിലൊന്ന് ഒരു 2-3 പ്രാവശ്യം, 2 പ്രാവശ്യമൊക്കെ അടിച്ചാൽ തന്നെ നന്നായിട്ട് വേവും കേട്ടോ. ചിലപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 3 പ്രാവശ്യം നമ്മൾ കുക്കറിലൊന്ന് വിസിലടിച്ച് എടുക്കുക. ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് ചോറ് ഉണ്ടാക്കാനായിട്ട് 2:1 എന്നുള്ളൊരു റേഷ്യോയിൽ നമ്മൾ അരി വേവിക്കാനായിട്ടിടാം. അപ്പം ഒരു 10 ഗ്ലാസ് വെള്ളത്തിന് ഞാൻ 5 ഗ്ലാസ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ റൈസിലേക്ക് ഉപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ റൈസ് നമ്മൾക്ക് അപ്പോഴേക്കും വേവാനായിട്ടിടാം. അപ്പോൾ സെയിം ടൈമിൽ നമുക്ക് കുക്കറിൽ നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് നല്ല പാകമായി കിട്ടും. നല്ല സോഫ്റ്റ്, വെരി ടേസ്റ്റി എല്ലാ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സോഫ്റ്റായിട്ടും ചിക്കൻ കിട്ടും. എന്നിട്ട് നമ്മൾ വേറെ പാനിലേക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ കുക്കിങ്ങിന് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളായ ഗാർലിക്, ജിഞ്ചർ, ഒനിയൻ, പിന്നെ കറി ലീവ്സ് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇടേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ്, അത് നമുക്ക് അവസാനം ചേർക്കാം. അപ്പം അങ്ങനെ നന്നായിട്ട് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് ചോറിലേക്ക് കുറച്ച് നാരങ്ങ നീരൊഴിച്ച് ചോറ് വെന്ത് കുറച്ചൊന്ന് നല്ല പാകമായിട്ട് വരുമ്പോൾ നമുക്ക് മുകളിൽ നാരങ്ങ നീര് ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പം നാരങ്ങ നീര് ഒഴിക്കാം, ലെമൺ ജ്യൂസ് അത് ഒഴിച്ചെടുക്കുമ്പോഴേക്കും ചോറ് നല്ല സോഫ്റ്റ് ആൻഡ് ലെമൺ ഫ്ലേവറബിളായി കിട്ടും. ഇതിങ്ങനെ കണ്ടത് നല്ല സോഫ്റ്റ് ആൻഡ് എന്താ പറയുന്നുണ്ടോ, നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടോ. 1, 2, 3 go. നമ്മുടെ മല്ലിപ്പൊടി കുറച്ചിടുന്നു, മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ കാരണം ചിക്കന് കുറച്ചൊരു നമ്മുടെ ചിക്കൻ ഇതിൽ വെന്ത ചിക്കൻ നമുക്കൊന്ന് അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആൻഡ് വെറ്റ് ആൻഡ് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രേവി നമുക്കൊന്നും കൂടി കുറുക്കി നല്ല കുറച്ചും കൂടി ഒന്ന് തിക്കാക്കി എടുക്കാം. അപ്പോൾ അത് ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്യാം. നമുക്ക് പകുതി മല്ലിയില നമുക്ക് മാറ്റി വയ്ക്കാം, നമുക്ക് റൈസിന് ആവശ്യമുണ്ട്. ഇളക്കിയിട്ട് വേണം. നല്ല സോഫ്റ്റ് ഉണ്ടോ ചിക്കനാണ് ഏറ്റവും വലിയ. പിന്നെ നമ്മുടെ മല്ലിയില കുക്കർ ബിരിയാണിയുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി. നമ്മൾ റൈസിലേക്ക് ക്യാരറ്റ് നമ്മൾ ഓൾറെഡി എണ്ണയിൽ ഒന്നിട്ട് വറുത്ത് എടുത്തേക്കുന്നതാണ്. അപ്പോൾ ക്യാരറ്റ് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ റൈസിൻസാണ് പിന്നെ മിക്സ് ചെയ്യുക. റൈസിൻസ് മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ഒനിയൻ, ഞാനാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് നട്ട്സൊന്നും സ്കൂളിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത കാരണം കൊണ്ട് ഞാൻ കാഷ്യൂ നട്ട്സൊന്നും അതിലിട്ടിട്ടില്ല. അപ്പം കാഷ്യൂ നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ മല്ലിയിലയാണ് ആഡ് ചെയ്തത്, കൊറിയാണ്ടർ ലീവ്സ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഓൺ ടോപ്പ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം വറുത്ത എണ്ണയിൽ തന്നെ ഒന്ന്
കുറച്ചൊരിത്തിരി ടർമറിക് പൗഡർ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി അതിൻ്റെ ഓൺ ടോപ്പിലൊന്ന് ഒഴിച്ച് കഴിയുമ്പോൾ നല്ല യെല്ലോയും വൈറ്റും ഗ്രീനൊക്കെ കളറായിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ബിരിയാണി റെഡിയായി. ഇനി നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാം. അതായത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് സ്മോൾ വേൾഡ്. താങ്ക് യു സോ മച്ച്.